വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നിങ്ങൾക്കറിയാം 9ാം ക്ലാസ്സിനകത്ത് ഏറ്റവും ടഫ് ആയിട്ടുള്ള ജോഗ്രഫിയിലെ ഒരു ചാപ്റ്ററാണ് പ്ലാറ്റ്യൂ വേർ ദ എർത്ത് ഹിസ്റ്ററി സ്ലംബേഴ്സ്, അല്ലെങ്കിൽ ഭൗമ ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് പല ആളുകൾക്കും പലപ്പോഴും ഒരു ടഫാവുന്ന ഒരു ഭാഗമാണ് പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപിയൻ നദികളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപിയൻ നദികളെക്കുറിച്ച് വളരെ ട്രിക്കി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവുകയാണ്. നിങ്ങൾ റെഡി അല്ലേ മക്കളെ? നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ട് പെനിൻസുലാർ റിവേഴ്സ് അല്ലെങ്കിൽ ഉപദ്വീപിയൻ നദികൾ എന്ന് പറഞ്ഞാൽ മക്കളെ നിങ്ങൾ നോക്ക്, പ്രധാനമായിട്ടും അറബിക്കടലിലേക്കും ഇതേപോലെ തന്നെ നിങ്ങൾ കാണുന്നത് ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കും അതുപോലെ യമുന നദിയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഒഴുകുന്നുണ്ട്. മക്കളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഇതാണ് നമ്മുടെ അറബിക്കടൽ, ഇതാണ് നിങ്ങൾക്ക് ബേ ഓഫ് ബംഗാൾ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ആര് വരുന്നത്, ഇവിടെയാണ് നമ്മുടെ ഗംഗ വരുന്നത്, ഗംഗാ നദി ആ ഭാഗത്താണ്, മുകളിലാണ് ഗംഗ വരുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? നിങ്ങൾ നോക്ക്, പ്രധാനപ്പെട്ട റിവേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾക്കറിയാം നർമ്മദയും താപ്തിയും അറബിക്കടലിലേക്ക് പതിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട നദികളാണ് ആര്, നർമ്മദ, അതേപോലെ തന്നെ എന്താണ്, താപ്തി. പിന്നെ മക്കളെ നിങ്ങൾ കണ്ടത് പ്രധാനമായിട്ട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം കാവേരി ഉണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൃഷ്ണയുണ്ട്, ഇവർ ബേ ഓഫ് ബംഗാളിലേക്കാണ്. പിന്നെ ഗോദാവരി ഇങ്ങോട്ട് ഇതേപോലെ ബേ ഓഫ് ബംഗാളിലേക്കാണ്, അതുപോലെ മഹാനദിയുണ്ട് അല്ലേ. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കണം, ഈ പറയുന്ന കാവേരി, കൃഷ്ണ, ഗോദാവരി, അതുപോലെ തന്നെ എന്താണ്, മഹാനദി. ക്ലിയർ അല്ലേ? ഇത് കൂടാതെ ഗംഗയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ രണ്ട് നദികൾ കൂടിയുണ്ട്, അത് നമുക്ക് പറയാം. മക്കളെ ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും പറഞ്ഞ ഈ ഒരു പ്രധാനപ്പെട്ട റിവേഴ്സ് ഒക്കെ തന്നെ നിങ്ങൾക്ക് സിമ്പിളാക്കി ഒരു കോഡാക്കി ഞാൻ എന്ത് ചെയ്യാണ്, പഠിപ്പിച്ചു തരാണ്. സിമ്പിളാക്കിയിട്ട് നിങ്ങൾ ആരും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സിമ്പിൾ കോഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ഇത്രയും റിവേഴ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. ആദ്യം തന്നെ മക്കൾ നിങ്ങൾക്ക് കോഡ് നോക്കിയോളൂ. കോഡ് ഇതാണ്. വളരെ നർമ്മത്തിൽ താത്തയോട് ഒരു കാര്യം പറയുകയാണ്. അതായത് വളരെ നർമ്മത്തിൽ മീൻസ് വളരെ രസകരമായിട്ട് നമ്മൾ താത്തയോട്, നമ്മുടെ താത്ത ഉണ്ടാവുമല്ലോ, താത്തയോട് ഒരു കാര്യം പറയാണ്. എന്താ പറയുന്നത്, ഗോദയിൽ വെച്ച് കൃഷ്ണന്റെ മുഖത്ത് കാവേരി അടിച്ചത് മഹാസംഭവമായി. അതായത് ഗോദയിൽ വെച്ച് കൃഷ്ണന്റെ മുഖത്ത് കാവേരി പോയിട്ട് എന്ത് ചെയ്തു, ഒരു അടി കൊടുത്തു. അപ്പോൾ അത് എല്ലാ ആൾക്കാരും എന്ത് ചെയ്തു, ഞെട്ടി ധരിച്ചു നിന്നു. കാരണം ഗോദ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഇതുപോലെ തന്നെ ആളുകളൊക്കെ തമ്മിൽ ഇതുപോലെ തന്നെ ഗുസ്തി മത്സരമൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ ഗോദ. അപ്പോൾ ആ ഗോദയിൽ വെച്ച് കൃഷ്ണന്റെ മുഖത്ത് എന്ത് ചെയ്തു, കാവേരി അടിച്ചു. എല്ലാവരും നോക്കിയൊക്കെ ഒരടി അങ്ങ് കൊടുത്തു. അത് ഭയങ്കര സംഭവമായി. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അതായത് വളരെ നർമ്മത്തിൽ താത്തയോട് ഒരു കാര്യം പറയുകയാണ്. എന്താ കാര്യം പറഞ്ഞത്, ഗോദയിൽ വെച്ച് കൃഷ്ണന്റെ മുഖത്ത് കാവേരി അടിച്ചത് മഹാസംഭവമായി. അതാണ് നമ്മൾ എന്ത്, ഈ ഒരു കോഡ്. മക്കളെ ഈ ഒരു കാര്യത്തിനകത്ത്, ഈ ഒരു കോഡിനകത്ത് നമ്മുടെ എല്ലാ നദികളുണ്ട്, പ്രധാനപ്പെട്ട നദികളൊക്കെ പറയുന്നുണ്ട്. വളരെ നർമ്മത്തിൽ എന്ന് പറയുമ്പോൾ മക്കളെ ശ്രദ്ധിക്കാൻ, നർമ്മം, ഈ പറഞ്ഞ നർമ്മ എന്ന് ഉദ്ദേശിച്ചത് ഏത് നദിയാണ്, നർമ്മദയാണ് ഉദ്ദേശിച്ചത്. ഇനി ആരോടാണ് നമ്മൾ പറയുന്നത്, താത്തയോട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് ആരാണ്, ഈ പറയുന്ന താപ്തി എന്ന് പറയുന്ന നദിയെയാണ് താത്തയോട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചുള്ളത്. ഇനി എന്താ പറയുന്നത്, ഒരു കാര്യം പറയുകയാണ്. എന്താ പറയുന്നത്, ഗോദയിൽ വെച്ച് എന്ന് പറഞ്ഞാൽ മക്കളെ അത് ഏതാണ് നദി, ഗോദാവരി. ആ നദിയുടെ പേരാണ് ഇത്, ഗോദാവരി അല്ലേ. എന്താണ്, കൃഷ്ണന്റെ മുഖത്ത് എന്ന് പറഞ്ഞാൽ ആ നദിയുടെ പേര് എന്ന് പറഞ്ഞാൽ എന്താണ്, കൃഷ്ണ നദിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിച്ചത്. ഇനി കാവേരി അടിച്ചത് ഏത് നദി തന്നെയാണ്, കാവേരി തന്നെയാണ് ഇതുപോലെ തന്നെ അവിടെ ഉള്ളത്. ഇനി മഹാസംഭവമായി എന്ന് പറഞ്ഞാൽ എന്താണ്, മഹാനദി. മക്കളെ നിങ്ങൾ നോക്കൂ, എല്ലാ ആൾക്കാരും നോക്കൂ, നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, അതേപോലെ മഹാനദി, പ്രധാനപ്പെട്ട ഉപദ്വീപിയൻ നദികളിൽ നമ്മൾ നേരത്തെ കാണിച്ച ഇതൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ കോഡിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇനി മക്കളെ ഇതിൽ നോക്കിയാൽ ആദ്യത്തെ നർമ്മദയും താപ്തിയാണ് ആദ്യമായിട്ട് വരുന്നത്. നർമ്മദയും താപ്തിയും പ്രധാനമായിട്ട് എങ്ങോട്ടാണ് ഇത്, ഈ പറയുന്ന അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദിയാണ് ഇത്, നർമ്മദയും താപ്തിയും. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി അത് ഏതൊക്കെയാണ്. ഒന്ന് നർമ്മദ വരുന്നുണ്ട്, രണ്ടാമത്തെ ആര് വരുന്നുണ്ട്, താപ്തി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും നർമ്മദയും താപ്തിയുമാണ് ഈ പറയുന്ന പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ എന്ത് ചെയ്യുന്നത്, ചേരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി മക്കളെ നിങ്ങൾ നോക്ക്, ബാക്കിയുള്ള പ്രധാനപ്പെട്ട നദികൾ നിങ്ങൾ നോക്കിക്കോളൂ. ബാക്കിയുള്ള നദികൾ നോക്ക്, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ആ 4 ഒരുമിച്ചാണ് ബാക്കിയുള്ളത് അല്ലേ, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. മക്കളെ നിങ്ങൾ നോക്കിക്കോളൂ, ഗോദാവരി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഗോദാവരിയുണ്ട്, കൃഷ്ണയുണ്ട്, കാവേരിയുണ്ട്, മുകളിൽ ആരുണ്ട്, മഹാനദിയുണ്ട്. ഈ 4 എങ്ങോട്ടാണ്, ഈ പറയുന്ന ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഭാഗമാണ് വരിക, ഇത് കിഴക്ക് ഭാഗമാണ്. കിഴക്ക് അല്ലെങ്കിൽ ഇത് ഈസ്റ്റ് ആണ് ഈ ഭാഗം വരിക. ഇത് പടിഞ്ഞാറാണ് അല്ലെങ്കിൽ ഇതെന്താണ്, വെസ്റ്റ് സൈഡാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കറക്റ്റ്, നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്ന
4 പ്രധാനപ്പെട്ട നദികളാണ്. ആരൊക്കെയാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇതൊക്കെ എങ്ങോട്ടാണ്? ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒഴുകുന്നത്. കൃത്യമായിട്ട് തന്നെ മലയാളവും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി മക്കളെ നിങ്ങൾ കണ്ടത് ഇനി പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് 2 പ്രധാനപ്പെട്ട നദികളുണ്ട്. 2 നദികൾ. ആ നദികളിൽ ഒന്ന് ചമ്പൽ, അതുപോലെ തന്നെ ബെറ്റുവ. ചമ്പൽ അതുപോലെ ബെടുവ. ഈ പറഞ്ഞ ചമ്പലും ബെടുവയും പ്രധാനമായിട്ട് നിങ്ങൾ കാണേണ്ടത് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗംഗയിലേക്ക് ഒഴുകുന്ന 2 നദികളാണ്. ഈ പറഞ്ഞ ആര്? ചമ്പൽ അല്ലേ? പ്രധാനമായും ഗംഗയിലേക്ക് ഒഴുകുന്ന 2 നദികൾ ചമ്പയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബേഡുവയും ആണ് എന്ത്? ഈ പറഞ്ഞ യമുനയിലേക്ക് ഗംഗയിലേക്ക് ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ. അപ്പൊ മക്കളെ ഇത്രയാണ് ഇത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ഇത്രയാണ് നമുക്കുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ കോഡിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാൻ പറ്റും. ആരും ബൈഹാർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാം. മക്കളെ ഇത്തരത്തിലേക്കുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആക്കി നിങ്ങൾക്ക് തരുന്നുണ്ട്. എവിടെയാണെന്നറിയോ? സൈലത്തിന്റെ നിഞ്ച ബാച്ചിനകത്തുണ്ട്. സൈലത്തിന്റെ നിഞ്ച ബാച്ചിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള ഭാഗങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സമാധാനത്തോടു കൂടി എന്ത് ചെയ്യാം? പഠിക്കാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഒരുക്കി തരുന്നുണ്ട്. അപ്പോൾ മക്കളെ എല്ലാ ആൾക്കാരും തന്നെ ഇതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ഈ നിഞ്ചയ്ക്കകത്ത് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് ഈ വരുന്ന എക്സാമുകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് നേടുക. ഞാൻ പറഞ്ഞല്ലോ വളരെ ഫ്രീ ആയിട്ട് വളരെ മനസ്സമാനത്തോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കഴിയുന്നതാണ്. സോ മക്കളെ നിങ്ങൾക്കെല്ലാ ആളുകൾക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ നിർബന്ധമായിട്ട് കമന്റുകൾ രേഖപ്പെടുത്തണം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജെസി സാറാണ്. നമുക്ക് വീണ്ടും കാണാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. സോ കാണാം. ബൈ.